ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിന്നു അച്ചു മുഞ്ചാടി. അപ്പം ഞാനിന്ന് സ്കൂളിലോട്ട് പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പൗഡർ ഓൾറെഡി ഇട്ടു. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയാണ് ഐലൈനർ എഴുതാം. ഐലൈനർ ഞാൻ ഒരു ഐലൈനറിൽ നിന്നും മറ്റൊരു കുപ്പിയിലോട്ട് കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ കൂട്ടുന്ന ഒരു സംഗതിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിങ്ങനെ കൂട്ടിയിട്ടായിട്ട് അങ്ങനെ ഇതാണ് എനിക്കിഷ്ടം. ചെറിയ ബ്രഷാണ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറിയും അതൊക്കെ ഇടാണ് കേട്ടോ. കുറി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടി ടച്ചപ്പ് ആക്കി കൊടുക്കുകയാണ്. എനിക്ക് കണ്ണാടിയിലല്ലാതെ എനിക്ക് ഇങ്ങനെ എഴുതാനൊന്നും എനിക്കറിയില്ല ഫോണിൽ നോക്കിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡാൻസൊക്കെ കാണിച്ചു നോക്കും. പിന്നെ ഇപ്പോൾ ട്രാൻസ്ലേഷൻ ആക്കാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷേ എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ആക്കിയിട്ടെടുത്തതാണ്. ഇപ്പം എൻ്റെ മുടീനെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇനി മുടി കെട്ടാനുണ്ട്, അതൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇപ്പം കമ്മൽ കാണിക്കുക. കമ്മൽ ഇട്ടിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. മാല എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മാല ഊരിയിട്ടുണ്ട്. അപ്പോൾ മാല ഊരിയിട്ട് അവിടെ വെക്കാം. പിന്നെ എൻ്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ മാല കാണൂല, അതുകൊണ്ടാണ് കേട്ടോ മാല ഊരി വെക്കുന്നത്. അപ്പോൾ മാല ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാല അവിടെ വെച്ചിട്ട് നമുക്കിനി മുടി കെട്ടണം. അപ്പോൾ മുടീനെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുടി കെട്ടാം അല്ലേ. മുടി കെട്ടാൻ വേണ്ടിയിട്ട് 2 ബ്ലാക്ക് റബ്ബറാണ് ഇട്ടുള്ളത്. ബ്ലാക്ക് റിബണ്. ഓക്കെ, അത് കെട്ടിയിട്ട് കണ്ടു. നല്ല രസമില്ല എന്നെ കാണാൻ മുടി കെട്ടിയിട്ടാകുമ്പോൾ. എൻ്റെ യൂണിഫോം വരുന്നത് ഷർട്ട്, പാൻറ്റ്, കോട്ടാണ്. ഇനി വാച്ച് ഇടണം. വള ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ വാച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. വാച്ച് ഫസ്റ്റ് തല തിരിഞ്ഞിട്ട് വെച്ചു, എന്നിട്ട് നേരാക്കിയിട്ട് വെച്ചതാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ വാച്ചൊക്കെ എനിക്ക് സ്വന്തമായിട്ടൊക്കെ ഇടാനറിയാം കേട്ടോ. വാച്ചിൻ്റെ ഒരു വള്ളി പൊട്ടിയിട്ടുണ്ട്, അത് അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. സമയമൊക്കെ കറക്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് കോട്ടിടണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. കോട്ടിട്ടിട്ട് വന്നു. എൻ്റെ കീശൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കൈയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും. ഇത് വൈബ്സാണ് കേട്ടോ, ബേബി വൈബ്സ്. അതാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇനി ID കാർഡ് ഇടാൻ പോവാണ് ഗൈസ്. ID കാർഡ് ഇടാം. നമുക്ക് ID കാർഡൊക്കെ ഇട്ടിട്ട് സുന്ദരി ആവണ്ടേ. സ്കൂളിൽ പോകുമ്പോൾ മസ്റ്റ് സാധനമാണല്ലോ ID കാർഡ്. അപ്പോൾ ആ ID കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് ID കാർഡൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ നേരെ ആക്കിയിട്ടിടണം. അതാണ് ഭയങ്കര ടഫുള്ള സാധനം. സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഹാർഡുള്ള സാധനമാണ് അത് ഞാൻ എന്നിട്ട് കോളറിലൊക്കെ കുത്തിയിട്ട് നേരെ വെക്കും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ID കാർഡ്. പക്ഷെ എന്നാലും അത് കാണും കേട്ടോ. ഇങ്ങനെയൊക്കെ കുത്തിയിട്ട് വെക്കും. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പോവാം. ഇനി സ്കൂളിൽ പോയിട്ട് വരാം. ബൈ.